ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ ഇന്ന് ബ്യൂട്ടി ടിപ്പല്ല, നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളല്ല. പിന്നെ എന്താണ് സുപ്പ് ചെയ്തത്? നിങ്ങൾ വിചാരിച്ചാണ് കിടന്നുറങ്ങി കാണും പെണ്ണ് കള്ളി അല്ലേ? നാളെ വൃശ്ചിക മാസമായിട്ട് അവൾ കിടന്ന് പോത്തം പോലെ കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിച്ച് കാണും. ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഈ സുപ്പുവിനെ വെളിയിലെങ്ങും കാണാത്തത് കൊണ്ടും എനിക്കും അറിയത്തില്ല കേട്ടോ. നാട്ടുകാരൊക്കെ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത്, കൊച്ചേ നീ ഇവിടെങ്ങും ഇല്ല, ഈ നാട്ടിലൊന്നും ഇല്ലയോന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ ഞാനിവിടെ എവിടെ പോകാന്? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ ഉണ്ട്, നമ്മളിവിടെ ഉണ്ട്, ആര് തട്ടിക്കൊണ്ട് പോകാനാ എന്നൊക്കെ ഞാൻ നാട്ടുകാരോട് പറയും കേട്ടോ. കാണാത്തത് കൊണ്ടാണേ കേട്ടോ. അവരെ അറിയുന്നില്ല, നമ്മളിഷ്ടംപോലെ പിടിപ്പത്ത ജോലിയുണ്ട് ഈ കൊച്ചിനെന്ന് അവരറിയുന്നില്ല കേട്ടോ. പാവം ഞാൻ വയ്യാങ്കിലും അടങ്ങിയിരിക്കത്തില്ല. എന്താ ചെയ്യാനൊക്കെ? തൂണിനകത്ത് പിടിച്ച് കെട്ടിയിട്ടാലും അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. നമ്മൾ അങ്ങനെയാണല്ലോ വീട്ടമ്മമാർ. നമ്മളല്ലാതെ പിന്നെ ആരാ ചെയ്യുന്നത്? നമ്മുടെ ചേട്ടന്മാർ ജോലിക്കൊക്കെ പോകുന്നവരല്ലേ, അവർ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ശരിയാണോ? നിങ്ങൾ പറ. ജോലിക്കൊക്കെ പോയി പൈസയൊക്കെ സമ്പാദിച്ച് നമുക്ക് കൊണ്ടു തരുന്നു, അപ്പോഴും നന്ദിയൊക്കെ വേണ്ടേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? കള്ളം കളിച്ചിരുന്നാൽ മതി. അപ്പോഴും ഞാൻ കള്ളം കളിക്കുന്ന കൊച്ചൊന്നും അല്ല. ഇന്ന് 2-3 ദിവസം കൊണ്ട് പൂരപ്പണിയായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം എനിക്ക് തീരെ വയ്യാന്ന്. പക്ഷേ 3 ദിവസം കൊണ്ട് തകർത്ത് വാരി ഇവിടെ പരിപാടിയായിരുന്നു. എന്താ നാളെ വൃശ്ചിക 1. എൻ്റെ ദൈവമേ, ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ തുടച്ച്. ഞാൻ ഒറ്റയ്ക്ക്, ഈ സുപ്പ് ഒറ്റയ്ക്ക് ഫുള്ളെല്ലാം തൂത്ത് വാരി തുടച്ച്. ഇനി എൻ്റെ പണി ഇന്ന് രാവിലെ കത്തിച്ച വിളക്ക് അതൊന്ന് കഴുകണം വൈകിട്ട്. അതേ ഉള്ളൂ. ബാക്കിയല്ല ഞാൻ സെറ്റാക്കി വെച്ചേക്കാം. നാളെ നമ്മുടെ അയ്യപ്പസ്വാമി നാളെ മുതൽ ബിസിയാണ്. അതുപോലെ നാളെ മുതൽ സുപ്പും ബിസിയാണ്. വൃശ്ചിക മാസമല്ലേ കേട്ടോ. അപ്പോഴേ എല്ലാ പരിപാടികളും നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ വരുമ്പോഴത്തേന് പാതിരാത്രിയാവും. ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. നമുക്ക് 1 വർഷത്തേക്കുള്ള ഒരു ഫലമാണ് നാളെ വൃശ്ചിക 1. മര്യാദയ്ക്ക് പോയി തൂത്ത് തുടച്ച് എല്ലാം വലിച്ചു വാരി പഴയതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ആക്രികൾ എല്ലാം പുറത്ത് കളഞ്ഞിട്ട് ഒക്കെ ചെയ്തോണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ നല്ല അടിക്കാൻ തീരും. എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. കേട്ടോ. അപ്പം ഞാനെല്ലാം സെറ്റാക്കിയിട്ട് ആയിരുന്നു ഇവിടെ കുത്തിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോഴേ ഇന്ന് നമ്മൾ എന്താണ് ചെയ്തത്? ഇന്ന് നമ്മൾ ഇഷ്ടം പോലെ പണിയായിരുന്നു. എൻ്റെ കൂട്ടുകാരെ ഇഷ്ടം പോലെ പണിയായിരുന്നു. വല്ല തിരുമകേന്ദ്രത്തിലും പോയി കിടക്കാമെന്ന് ഞാനങ്ങ് വിചാരിക്കുക. എനിക്ക് വയ്യ ജോലി ചെയ്ത് കേട്ടോ. അപ്പോഴേ ഇന്നും രാവിലെ പണിയായിരുന്നു. ആ പരിപാടികളൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അടുക്കളയിലെ പണി കഴിഞ്ഞ് ബാക്കി എല്ലാം കഴിഞ്ഞ് തൂപ്പും തുടപ്പും എല്ലാം കഴിഞ്ഞ് മുറ്റത്തോട്ടിറങ്ങി. മുറ്റവും നമുക്ക് വൃത്തിയാക്കണമല്ലോ വൃശ്ചിക മാസം ആകുമ്പോൾ. അപ്പോഴും മുറ്റത്തെ പരിപാടികളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. നിങ്ങളൊക്കെ അകത്ത് മാത്രമേ വൃത്തിയാക്കത്തുള്ളൂ. മുറ്റമൊക്കെ വൃത്തിയാക്കി ഇടണം കേട്ടോ. കുഞ്ഞു വീടാണേലും വലിയ വീടാണേലും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടണം. വല്ലവരുമൊക്കെ വന്ന് കണ്ട ആ പെണ്ണിന് വൃത്തിയില്ലെന്നൊക്കെ നാട്ടുകാരെയും കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. വയ്യാങ്കിലും ചെയ്തോണം. അത്യാവശ്യമൊക്കെ ചെയ്താൽ മതി. വയ്യെങ്കിൽ തീരെ വയ്യെങ്കിൽ കിടന്നു റെസ്റ്റ് എടുത്തോളൂ. ഇനി സുപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ചേട്ടന്മാരെല്ലാം കൂടി എന്നെ എടുത്തിട്ട് അടിക്കണം കേട്ടോ. അതൊക്കെയാണ്. എനിക്കാണെങ്കിൽ അങ്ങ് വയ്യ കേട്ടോ. ജോലി ചെയ്ത് വയ്യ. അപ്പോഴെല്ലാം ചെയ്തിട്ടാണ് ഇവിടെ വന്ന് കുത്തിയിരുന്ന് ഇൻട്രോയൊക്കെ പിടിക്കുന്നത് കേട്ടോ. വീഡിയോ ഒക്കെ ഈ വയ്യായികയിലും വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന എന്നെ സമ്മതിക്കണം പിള്ളേരെ. പക്ഷെ നമുക്കങ്ങനെ ചെയ്യണം. നമ്മുടെ ജോലി ഇപ്പം അതാണ് കേട്ടോ. അതാണ് സുപ്പു എന്നും വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. തീരെ വയ്യെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴേ എൻ്റെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ, ഞാൻ ചെയ്ത വിശേഷങ്ങളാണ് കാണിക്കുന്നത്. വലിയ ഡെമ്പോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. എന്താ ചോദിക്കും, പിന്നെ അവിടെ ഒരു പോച്ചപ്പറി ഇതാണോ ഈ വീഡിയോ ആയിട്ടൊക്കെ എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. നമുക്കെന്താ പിന്നെ അടുക്കള വിശേഷങ്ങളല്ല, ബ്യൂട്ടി ടിപ്പല്ല, പിന്നെ എന്ത്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരു കൊച്ചാ കേട്ടോ. അതുകൊണ്ട് പുറത്തൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോവാം കേട്ടോ. ഇന്ന് നമ്മളുണ്ടല്ലോ, ഇന്ന് നമ്മൾ മുറ്റത്താണ്, അടുക്കളയിലൊന്നുമല്ല. രാവിലെ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു. ഒത്തിരി നമ്മുടെ ചെടികളെല്ലാം വെട്ടി നിർത്തി. ഇനി ഇത്തിരി പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ പോച്ച നട്ടതൊന്നും അല്ല കേട്ടോ.
ഈ പശു തിന്നുന്ന ഇതിനെയാണ് ഞങ്ങളിവിടെ പോച്ചയെന്ന് പറയുന്നത്. നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലെ പുല്ലെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മളിവിടെ പോച്ചയെന്നാണ് പറയുന്നത് കേട്ടോ. ഈ പോച്ച 2 വശവും തന്നെ കിളിച്ചതാണ്. ഞാൻ പിന്നെ അത് അങ്ങോട്ട് കളയാനും പോയില്ല. അതിപ്പം ബോർഡറായിട്ട് നമ്മുടെ ഈ 2 സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോഴതിനെയൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം നമുക്ക് കേട്ടോ. കേട്ടോ, എനിക്ക് കത്രിയൊന്നുമില്ല. കത്രിയൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്നത് ഞാനങ്ങ് പല്ലലാക്കി കളയും കേട്ടോ. പക്ഷേ ഈ പുല്ല് വെട്ടാനൊക്കെ കത്രിയാണെങ്കിൽ നല്ല സൂപ്പറാണ്. ഇത് പക്ഷേ നമ്മുടെ പിച്ചാത്തി കേട്ടോ, പിച്ചാത്തിയാണ്. അപ്പോഴും നമ്മളെ വീട്ടമ്മമാർക്ക് അടുക്കളയിലെ പണി മാത്രമൊന്നും അല്ലല്ലോ അല്ലേ, അകത്തും നമ്മൾ വേണം, പുറത്തും നമ്മൾ വേണം. എന്തൊരു കഷ്ടമാണെന്ന് പറ. ഇവൻ മറിഞ്ഞു വീണു. ഇവനും ഒരു സ്റ്റാൻഡ് പണിയണം കേട്ടോ. ഇവന് നടുവയ്യ. എൻ്റെ അതേ അവസ്ഥയാണ് കേട്ടോ, നടുവയ്യ. ഇവരുള്ള ഉള്ളതിനെല്ലാം നടുവയ്യാത്തവരാണ് എന്ന് വെച്ചാൽ എൻ്റെ കൂടാണ് സഹവാസം. അതുകൊണ്ട് തന്നെ നടുവയ്യ ആർക്ക്. ഞാനിങ്ങനെ അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി കട്ടയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. മോള് പറയും അമ്മേ ഇതെടുത്ത് കള. പക്ഷേ ഇതിനെ കളയാൻ കേട്ടോ, ഇതൊക്കെ ഈ ചെടികളൊക്കെ വന്ന സമയത്തൊക്കെ ഇതിൻ്റെ വില 350 രൂപയൊക്കെ ആയിരുന്നു ഒരു തൈക്ക്. ഇതേ ഇപ്പോൾ ഒരു മാനവും ഇല്ല. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കളയും പറഞ്ഞിരുന്നാൽ എൻ്റെ കാര്യം നടക്കത്തില്ല. അപ്പോഴേ രാവിലെ എല്ലാം ചെയ്തു കേട്ടോ. രാവിലെ ബാത്റൂമെല്ലാം, നാളെ 1-ാം തീയതിയല്ലേ, ബാത്റൂമെല്ലാം തേച്ച് കഴുകി. ഇനി വൈകിട്ട് നിലവിളക്കൊക്കെ, രാവിലെ നമ്മൾ നിലവിളക്ക് കൊളുത്തിയായിരുന്നല്ലോ, ആ വിളക്കെടുത്ത് ഇനി കഴുകണം. ബാക്കിയെല്ലാം നമ്മൾ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴതൊക്കെയാണ് ഇനിയത്തെ പരിപാടി. ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് വയ്യാന്നും പറഞ്ഞ് സുപ്പു എങ്ങും ഇരുന്നില്ല കേട്ടോ, എങ്ങും ഇരുന്നില്ല. ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് ഫുള്ള് തുടച്ചു. ഞാൻ മിടുക്കിയല്ലയോ, നിങ്ങൾ പറ, ഞാൻ മിടുക്കിയല്ലയോ? ഞാൻ വെറുതെ ഒന്നും ഇവിടെ ഇരിക്കുന്നില്ല. വല്ലവരും ഒക്കെ വിചാരിക്കും ഇവള് പെരയ്ക്കകത്ത് എന്ത് ചെയ്യുക, കിടന്നുറങ്ങുവാണെന്ന്, മൊബൈലും എടുത്ത് ഇവള് കിടന്നുറങ്ങുവാണെന്നൊക്കെ എല്ലാവരും വിചാരിക്കും. പക്ഷേ ഞാൻ ഉറങ്ങുമൊന്നുമല്ല, ഞാൻ അകത്ത് പരിപാടിയാണ് കേട്ടോ. ഫുള്ള് പറിച്ച് കളയുന്നില്ല, പക്ഷെ ഒരു ബോർഡർ മാതിരി നമുക്കിവിടെ നിർത്താം. നല്ല രസം കേട്ടോ. ഇതിപ്പോൾ സംഭവം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല നമ്മുടെ പുല്ലായിട്ട് തന്നെ ഇത് ദൂരെ കാഴ്ചയ്ക്ക് നല്ലതാട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല രസം കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല സൂപ്പറാണ്. ദൂരെ നിന്ന് കണ്ടാൽ ഇത് പുല്ലാണെന്നേ പറയത്തുള്ളൂ കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്ന് ശരിയാക്കിട്ടോ. അങ്ങോട്ടുണ്ട്, 2 സൈഡിലും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെയൊക്കെ കണ്ടിച്ചിട്ടു. എനിക്ക് കൂട്ടിൽ നമ്മുടെ കരിയിലക്കിളികളുണ്ട് കേട്ടോ. രാവിലെ അരി കൊണ്ടിട്ട് അത് അവർക്ക് തിന്നു കേട്ടോ. ഇപ്പോഴേ കരിയിലക്കിളിയും ഇത് വെട്ടിക്കളഞ്ഞില്ലേ ഉണ്ടല്ലോ, ശരിക്കും ഇവിടെ മൊത്തം ആവും ഇത്. പക്ഷെ ഞാനിത് ബോർഡറായിട്ട് നിർത്തുന്നത് കൊണ്ട് തന്നെ 2 സൈഡിൽ നിന്ന് പറിച്ച് കളയും കേട്ടോ. 2 സൈഡിൽ നിന്ന് പറിച്ച് കളഞ്ഞാൽ നിറച്ചും ആവത്തില്ല കേട്ടോ. ഇതൊക്കെയാണ് പരിപാടി എനിക്ക് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ചിരട്ടയ്ക്കകത്ത് പെയിൻ്റ് അടിച്ചട്ടെ, നല്ല രസമായിരിക്കും കേട്ടോ. എൻ്റെ മനസ്സിനകത്തൊരു ഐഡിയ ഉണ്ട്. എന്തുവാണെന്ന് വെച്ചാൽ, ഞാൻ ഇരുന്ന് കറങ്ങോട്ടെ, എഴുന്നേറ്റ് നടക്കാൻ പറ്റും. എന്തുവാണെന്ന് വെച്ചാൽ ചിരട്ട എടുത്തിട്ട് വെള്ള പെയിൻ്റ് അടിച്ചിട്ട് ഈ ചെടിയുടെ നമ്മുടെ പോച്ചയുടെ ഇപ്പുറത്ത് നിരത്തി അങ്ങോട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഫോട്ടോയ്ക്കകത്തൊക്കെ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോഴിങ്ങനെയൊക്കെ പോച്ചയൊന്നും കളയണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് ബോർഡറായിട്ടൊക്കെ നിർത്താം കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ? രാവിലെ ചെടിയെല്ലാം ഒരുവിധമൊക്കെ സെറ്റാക്കി കേട്ടോ. നമ്മുടെ ഗാർഡനൊക്കെ വീണ്ടും ഞാൻ ഒത്തിരിയൊക്കെ കണ്ടിച്ച് കളയാനുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകണം. കാണാമല്ലോ എന്നെ.
അപ്പോൾ ഇന്ന് ഇതൊക്കെ ഒരു പശുവിന് ഇഷ്ടം പോലെ തിന്നാനുള്ള പോച്ചയുണ്ട് ഇത് പറിച്ചൊക്കെ. നിങ്ങളിപ്പം വിചാരിക്കുന്നതായിരിക്കും ഇവക്ക് വട്ടാണെന്ന്. വട്ടൊന്നുമല്ല, ഇത് സംഭവം പൊളിയാണ് കേട്ടോ. എൻ്റെ ഐഡിയ ആണിത് കേട്ടോ. ഇച്ചിരിയും പോച്ച വിളിച്ച് വന്നപ്പോഴേ വെട്ടിക്കളയേണ്ട, നമുക്കിങ്ങനെ നിർത്താം എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പോച്ചയെല്ലാം കട്ട് ചെയ്ത് കേട്ടോ തൂക്കത്ത് കളയും. കുറച്ച് കിട്ടി കേട്ടോ, ഒരു പശുവിനുള്ള പോച്ച കിട്ടി ഇവിടുന്ന് കേട്ടോ. ഇങ്ങനെ തൂക്കുമ്പം ചൂലിൻ്റെ ഓരോരോ ഈർക്കൽ നിങ്ങളൊക്കെ അങ്ങ് കളഞ്ഞിട്ട് പോവുക. പക്ഷെ ഞാനിത് തിരിച്ച് വീണ്ടും കുത്തിയേക്കും കേട്ടോ. എന്ന് വെച്ചാൽ ചൂലിൻ്റെ വില അറിയാവില്ല, 60 രൂപ 50 രൂപ. എൻ്റെ പൊന്നെ, നേരത്തെയൊക്കെ തെങ്ങുള്ളപ്പം ചൂലിഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ സരസു ഇഷ്ടം പോലെ ഉണ്ടാക്കി വെക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ സരസുവിനും വയ്യ, തെങ്ങെല്ലാം മണ്ടയിൽ പിടിച്ച് മണ്ടയും പോയി അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ചൂലില്ല. ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, ഇത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോഴത് തൂക്കാം കേട്ടോ. രാവിലെ ഒരു ട്രിപ്പ് നമ്മളിവിടെ തൂത്തറ. എൻ്റെ ഈർക്കിൽ മൊത്തം പോവാൻ പിള്ളേർക്ക്. ഒരു ട്രിപ്പ് നമ്മൾ രാവിലെ തൂത്തറ. ഇപ്പം നമ്മൾ പോച്ചയൊക്കെ പറിച്ചില്ലേ, ഒന്നും കൂടെ അങ്ങ് തൂത്ത് കൂട്ടി ഇതേതെങ്കിലും ഒരു പശുവിനെ നമുക്ക് കൊണ്ടു കൊടുക്കാം. ഒരു കെട്ട് പോച്ചയുണ്ട് കേട്ടോ, ഒരു കെട്ട് പോച്ചയുണ്ട് കേട്ടോ. ഒരു കെട്ട് ഹൂന്നും പറഞ്ഞിരിക്കുന്ന പോച്ചയുണ്ട് കേട്ടോ. ഒരു കെട്ടൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതാ. ഈർക്കില് മൊത്തം ഊരി ഊരി പോവാണല്ലോ. ഈർക്കില് ഫുള്ള് ഊരി ഊരി പോവാണല്ലോ. അപ്പോഴിതാ നമ്മൾ ഇങ്ങനെയാണ് പോച്ചയൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ കിളിർത്ത് വരുന്നതേ ഉള്ളൂ പോച്ചേ. അത് വളർന്നിട്ട് പിന്നെ ഞാൻ ബോർഡറായിട്ട് അപ്പുറത്തെ സൈഡിൽ കറക്റ്റ് കിട്ടി. പക്ഷേ ഇത് ഇച്ചിരി കൂടെ കറക്റ്റ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ പോച്ച ഇച്ചിരി കൂടെ വളർന്നേ നമുക്കത് ശരിയായിട്ട് നമുക്ക് കട്ട് ചെയ്തൊക്കെ നിർത്താനൊക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴിത്രയൊക്കെയാണ് ഇത് രാവിലെ നമ്മൾ ചെടിയൊക്കെ കണ്ടിച്ചത്. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ മുറ്റം വൃത്തിയാക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. മുറ്റം വൃത്തിയാക്കുക എന്തോ ചെടി വൃത്തിയാക്കിയത് കേട്ടോ, ഇതൊക്കെ ഉള്ളായിരുന്നു. അപ്പോഴിന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോഴേ നമ്മുടെ ആനക്കൈതയുടെ പൂ മേളിലായി കണ്ടോ, മേളിലായി. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.